തട്ടേക്കാട് കളപ്പാറയിൽ മ്ലാവിനെ ഇടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചതിൽ വൻ പ്രതിഷേധമുയരുകയാണ്. വനം വകുപ്പിന്റെ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്ന് കീരമ്പാറ പഞ്ചായത്ത് ഉൾപ്പെടെ ആരോപിക്കുന്നു. നൂറുകണക്കിന് പേർ താമസിക്കുന്ന ആദിവാസി ഊരിലേക്കുള്ള പ്രധാന പാതയിൽ വഴിവിളക്ക് ഇടാൻ പോലും വനം വകുപ്പ് ഇതുവരെയും സമ്മതിക്കുന്നില്ല. അപകടത്തിൽ മരിച്ച വിജിൽ നാരായണന്റെ മൃതദേഹം മാമരക്കണ്ടത്തേക്ക് എത്തിക്കുമ്പോൾ കടുത്ത പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഇതാണ് തട്ടേക്കാട് പുന്നേക്കാട് റോഡ്. ഇവിടെയാണ് ഇന്നലെ രാത്രി അപകടം സംഭവിച്ചത്. എളംബ്ലാശ്ശേരി കുടിയിൽ നിന്ന് അപകടത്തിൽപ്പെട്ട ഒരാളുമായി ആശുപത്രിയിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ഇവിടെയാണ് ഈ സംഭവം നടന്നത്. രക്തക്കറ അടക്കം ഇവിടെയുണ്ട്. ഈ കാട്ടിൽ നിന്ന് മ്ലാവ് പുറത്തേക്ക് ചാടി വരികയായിരുന്നു. അങ്ങനെയാണ് ഓട്ടോറിക്ഷ മ്ലാവിനെ ഇടിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ഓട്ടോറിക്ഷ ബ്രേക്ക് ഇട്ടു, ഓട്ടോറിക്ഷ മറിഞ്ഞു. അങ്ങനെയാണ് ഓട്ടോ ഡ്രൈവറായ വിജിൽ നാരായണൻ ഈ ഓട്ടോറിക്ഷയ്ക്ക് അടിയിൽപ്പെടുന്നത്. തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗ ശല്യങ്ങൾ ഉള്ളതുകൊണ്ട് ആനവാച്ചർമാരുണ്ടായിരുന്നു. ആനവാച്ചർമാർ അപ്പോൾ തന്നെ ഓടിയെത്തി വിജിലിനെ ഈ ഓട്ടോറിക്ഷയ്ക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ വാരിയലടക്കം പൊട്ടി ശരീരത്തിനുള്ളിലേക്ക് കയറി മുറിവുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോതമംഗലത്തെ ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് വിജിലിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഈ വീഴ്ച വണ്ടി മറിഞ്ഞ് ഓട്ടോറിക്ഷ മറിഞ്ഞിട്ട് ഓട്ടോറിക്ഷയുടെ അടിയിൽ പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വാരിയലിന് തകരാറ് സംഭവിച്ചിട്ട് ആ വാരിയലിൽ ലിവറിൽ കൊണ്ടിട്ടാണ് ബ്ലീഡിംഗ് ഉണ്ടായത്. ആ ബ്ലീഡിംഗ് കാരണമാണ് മരണകാരണം എന്നാണ് രാജഗിരിയിലെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. ഈ റോട്ടിലാണെങ്കിൽ നിരവധി വീടുകൾ ഉള്ളതാണ് ഈ തട്ടേക്കാട് ഭാഗത്ത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇവിടെയുള്ള സഞ്ചാരം നിരോധിക്കാൻ സാധ്യമല്ല. ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടാൻ വനംവകുപ്പ് സമ്മതിക്കുന്നില്ല എന്നതാണ് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പരാതി. ഈ വിജിലിൻ്റെ മരണത്തോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ 2.5 കിലോമീറ്റർ നീളത്തിൽ ഫെൻസിംഗ് വലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പുഴയറമ്പിൽ ഫെൻസിംഗ് ഇടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഒരു നടപടി സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ലോട്ടറി എടുക്കുന്ന പോലെ നാളെ എന്ന് പറഞ്ഞ് മാത്രമാണ് പോക്ക്. ഇവിടെ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല. അതുപോലെ റോഡ് സൈഡിലെ കാട് വെട്ട്, ഈ കാട് വെട്ടുന്ന കേസ് നമ്മൾ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കാട് വെട്ടിയാൽ പോരാം. ഈ കാട് നിരന്തരമായിട്ടിവിടെ കാട് വെട്ടണം. അല്ലാണ്ട് ഫയർ ലൈൻ മാത്രം വെട്ടിയാൽ പോതെയോ? ജനം സഞ്ചരിക്കുന്ന ഒരു ഏരിയയാണ്, അത് ചെയ്യണം. ആനകളെ ഓടിക്കുന്നതിന് ഒരു നടപടി എടുക്കുന്നില്ല. ആനേനെ ഓടിക്കുന്നതിന് പഞ്ചായത്ത് പൈസ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഇനിയും ഏത് നിമിഷവും ഇവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ എണ്ണവും അതോടൊപ്പം തന്നെ ജനവാസവും ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് ഇതിൽ അടിയന്തരമായൊരു ഇടപെടലാണ് പഞ്ചായത്തും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. കീരമ്പാറയിൽ നിന്നും ക്യാമറമാൻ PS വേണുവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്. വിജിൽ നാരായണന്റെ മൃതദേഹം മാമരക്കണ്ടത്തേക്ക് എത്തിക്കുമ്പോൾ കൂടുതൽ പ്രതിഷേധത്തിനുള്ള സാധ്യതയും അവിടെയുണ്ട് എന്ന് ബിനിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്.